ഒരുപാട് വാർത്തകളൊക്കെ ചർച്ച ചെയ്ത ഒരു വാർത്താ ദിവസമായിരുന്നു ഇന്നലെ. പ്രത്യേകിച്ച് ഈ കീം പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഈ നമ്മുടെ രജിസ്ട്രാർ തർക്കം, നമ്മുടെ കേരള സർവകലാശാലയിലെ തർക്കം, അങ്ങനെ കുറേ വാർത്തകളൊക്കെ വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ എങ്ങനെയാണ് പത്രങ്ങൾ ഓരോ വാർത്തകളെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ഓരോരോ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത എന്നൊക്കെ നമുക്ക് ശ്രീജിത്ത് ബാലകൃഷ്ണനോട് ചോദിക്കാം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമുക്ക് പത്രങ്ങൾ പരിശോധിക്കാം. തീർച്ചയായും സേതു പറഞ്ഞു തന്നെയാണ് ശരി. കേരള സർവകലാശാലയിലെ അധികാരപ്പോരും ഫയൽ യുദ്ധവും പിന്നെ നമ്മുടെ കീം റാങ്ക് പട്ടികയിലെ പ്രശ്നങ്ങളുമൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത. ഈ രണ്ട് വിഷയത്തിലും, കീമിലും കേരളയിലും സർക്കാർ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു എന്നുള്ളത് പത്രങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒന്നാം പേര് വാർത്തയ്ക്ക് എവിടെയും അന്വേഷിച്ച് പോകേണ്ട, സർക്കാർ തന്നെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കീമിൽ സർക്കാർ സുപ്രീം കോടതിയിൽ പോയില്ലെങ്കിലും കേരള സിലബസുകാരുടെ കൂട്ടായ്മ, അത് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മ പെട്ടെന്ന് തന്നെ രൂപീകരിച്ചു. ആ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ്. അവർ സുപ്രീം കോടതിയിൽ പോകുമെന്ന് മാതൃഭൂമി ഒന്നാം പേജ് വാർത്തയാക്കിയിട്ടുണ്ട്. മാതൃഭൂമി മാത്രമാണ് അത് വാർത്തയാക്കിയിട്ടുള്ളത് എന്ന് വേണം കാണാൻ. കാരണം മറ്റു പത്രങ്ങളൊക്കെ സർക്കാരിനെതിരായി പോകുമ്പോൾ സ്വാഭാവികമായും മാതൃഭൂമി അത് ഒന്നാം പേരിൽ വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കീമിൽ പോരാട്ടം എന്നൊരു ചിത്രം കൂടി നൽകുമ്പോൾ ആ വാർത്ത കൂടുതൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. ആ ചിത്രത്തിൽ ഒരുപക്ഷെ കീമിൽ പോരാട്ടം എന്ന് പറയുമ്പോൾ കീം പരീക്ഷ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രവും തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് മന്ത്രിയുടെ ചിത്രമാണ്. കൊച്ചിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഏകീകൃത അധ്യാപക വിദ്യാഭ്യാസ ശില്പശാല ഉദ്ഘാടനം ചെയ്ത ശേഷം മന്ത്രി ബിന്ദു വേദിയിൽ, ആ ബിന്ദുവിൻ്റെ ചിത്രത്തിൽ അത് കുറച്ച് രൂക്ഷമായി നോക്കുന്നതാണ് ആ ചിത്രം. അപ്പോൾ ആ ചിത്രം കൂടി നോക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് എത്രത്തോളം അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ സർക്കാരിന് എത്രത്തോളം അതിൽ വിഷമമുണ്ട് എന്ന കാര്യം മന്ത്രിയുടെ മുഖത്ത് നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന ചിത്രം. മാതൃഭൂമി ആ ഉദ്ദേശിച്ച് തന്നെയാണ് ആ ചിത്രം നൽകിയിട്ടുള്ളതും എന്ന് വേണം കാണാൻ. കീ മാർക്ക് ഏകീകരണത്തിൽ മാറ്റം നടപ്പാക്കിയത് വളഞ്ഞ വഴി എന്നാണ് മനോരമ പറയുന്നത്. തട്ടിക്കൂട്ട് ഫോർമുലയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ് ഈ ഫോർമുല തട്ടിക്കൂട്ട് ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു തരത്തിലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, പിന്നെ ഡിവിഷൻ ബെഞ്ച്, പിന്നെ സുപ്രീം കോടതിയിൽ പോകണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി വാർത്ത നൽകുന്നത്. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, കേരള സിലബസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി ഒന്നാം പേരിൽ ആ വാർത്ത നൽകുന്നുണ്ട്. അതൊരു പക്ഷേ സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമല്ല. കോടതിയിൽ പോയാൽ ഇത് കുഴഞ്ഞു മറിയും എന്ന് സർക്കാരിനും അറിയാം. പക്ഷേ കുട്ടികൾക്ക് വേറെ നിർവാഹമില്ല എന്നുള്ളതാണ്. ഈ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല, അതാണ് മാതൃഭൂമി നൽകിയിട്ടുള്ള ആ ചിത്രവും, മാതൃഭൂമി ഒന്നാം പേജ് നൽകിയിട്ടുള്ള ആ ചിത്രവും. പിന്നീട് മനോരമ പറയുന്ന ഈ വാക്കും, മന്ത്രി ബിന്ദുവിൻ്റെ രോഷം മാധ്യമങ്ങളോട്, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല. അതൊന്നും നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല. കീം കേസിൽ സർക്കാരിനുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടാണ് മന്ത്രിയുടെ മറുപടി. പക്ഷേ അത് ഒരുപക്ഷെ മന്ത്രി അത്രയും രോഷാകുലയായി സംസാരിക്കണമെങ്കിൽ സർക്കാരിന് അത്രത്തോളം തിരിച്ചടി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് വേണം കാണാൻ. ഇനി ഒന്ന് രണ്ട് മറ്റു പത്രങ്ങൾ കൂടി ഒന്ന് വേഗം പോകാം. ഈ രാഷ്ട്രീയ പോരിൽ ഇര കുട്ടികളാണ് എന്നുള്ളതാണ് മനോരമ മറ്റ് പത്രങ്ങളൊക്കെ. മാധ്യമം പറയുന്നത് കീം റാങ്ക് പട്ടികയിൽ പിറകോട്ടടിച്ചത് 25,000 കുട്ടികളെന്നാണ് മാധ്യമം പറയുന്നത്. 67,505 പേരുടെ പട്ടികയിൽ റാങ്ക് മാറാത്തവർ വിരലെണ്ണാവുന്നവർ മാത്രം. വൻ തിരിച്ചടിയാണ്. 2024 +2 വിജയിച്ചവർക്ക് കുറഞ്ഞത് 15 മാർക്ക് വരെ സിസ്റ്റം അല്ലാണ്ട് വേറെന്തൊട്ട് പ്രശ്നമാണിഷ്ട എന്നൊരു തൃശ്ശൂർ സ്റ്റൈൽ മന്ത്രി ബിന്ദു ആണെന്ന് തോന്നുന്നു ആ കാർട്ടൂണിലുള്ളത്. എന്തായാലും അതുകൊണ്ട് വലിയ രൂപത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്നൊരു വാർത്ത ആയതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാവരും വലിയ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉൾപേജിലൊക്കെ നിറയെ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ഇനി സർക്കാർ എന്ത് ചെയ്യും, സർക്കാർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യങ്ങളൊക്കെ ഉൾപേജിൽ വളരെ വിശദമായിട്ടുണ്ട്. സർക്കാർ ശരിക്കും ഇതിൽ കുഴഞ്ഞു നിൽക്കുകയാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇനിയുടെ ഒരു കാര്യം കൂടി, അതിൽ വ്യക്തത വരുത്താൻ ദേശാഭിമാനി ഒന്ന് വായിച്ചിട്ട് പോകാം. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുന്നതാണ്. കോളേജുകളുടെ മികവിലും കേരളം മുന്നിലാണ്. സർവകലാശാലകൾ മതനിരപേക്ഷത പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തകർക്കാൻ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഈ കീം ഏകീകരണത്തിന് സർക്കാർ ലക്ഷ്യമിട്ടത് തുല്യ പരിഗണന എന്ന് ദേശാഭിമാനി 5-ാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം പുതിയ ഫോർമുല സൃഷ്ടിക്കുമെന്നും പറയുന്നുണ്ട്. ഈ വർഷം എന്തായാലും കുഴഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് അടുത്ത അധ്യയന വർഷം പുതിയ ഫോർമുല ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നന്മയെ കരുതിയുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തതെന്നും മന്ത്രി പറയുന്നുണ്ട്. പഴയ ഫോർമുലയും പുതിയ ഫോർമുലയും ഒക്കെ കുറിച്ച് ദേശാഭിമാനി വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കുഴഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. കുട്ടികളും കുഴഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി സുപ്രീം കോടതിയിൽ പോയാൽ ഇതിലെന്താകുമെന്ന് അറിയില്ല. അപ്പോഴാണ് ദേശാഭിമാനിയും സർക്കാരും പറയുന്നത് സർക്കാർ ലക്ഷ്യമിട്ടത് തുല്യ പരിഗണന തന്നെയാണ്. പക്ഷേ ആ തുല്യ പരിഗണന ഇപ്പോൾ വേണമായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചത്. കളി തുടങ്ങിയ ശേഷം നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് ശരിയല്ല എന്നാണ് കോടതി അന്ന് അസന്നിഗ്ധമായി വ്യക്തമായി പറഞ്ഞത് എന്ന് വേണം കാണാൻ. അതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയൊന്നുള്ളത്
പ്രധാനമായിട്ടും BJP കുറിച്ചാണ്. BJP ആണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത താരമെന്ന് വേണം. കാരണം BJP യിൽ പുതിയ ഭാരവാഹികൾ വരുന്നു. അവിടെ മുരളീധര പക്ഷത്തെയും സുരേന്ദ്ര പക്ഷത്തെയൊക്കെ വെട്ടി നിരത്തിയെന്നാണ് മാതൃഭൂമി പറയുന്നത്. പരീക്ഷണവുമായി BJP. ആ പരീക്ഷണത്തിൽ മുരളീധര പക്ഷത്തെ വെട്ടി നിർത്തിയെന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട്. അതിൽ വെട്ടി നിർത്താനുള്ള കാരണങ്ങളുമായിട്ട് ഞാൻ ആ വാർത്തയുടെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് വായിക്കാം. പുതിയ ജനറൽ സെക്രട്ടറിമാരായ S. സുരേഷും അനൂപ് ആൻ്റണി ജോസഫും കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നവരാണ്. PK കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നവരാണ്. സംസ്ഥാന സമിതിയിലെ നിർണായക പദവിയാണ് ജനറൽ സെക്രട്ടറി. ഭാരവാഹികളിൽ പ്രസിഡന്റിനെ കൂടാതെ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് ജനറൽ സെക്രട്ടറിമാരാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറിമാരായി ഉൾപ്പെടുത്തുന്നവർക്കാണ് ആ പരിഗണനയുള്ളത്. വൈസ് പ്രസിഡന്റുമാരായി മാറ്റിയവർക്കൊന്നും പരിഗണനയില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. അതായത് PK കൃഷ്ണദാസ് പക്ഷത്താണ് മുൻതൂക്കം. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയായി. സുരേന്ദ്രൻ പ്രസിഡന്റായ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കൃഷ്ണദാസ് പക്ഷത്തെ ജനറൽ സെക്രട്ടറി MD രമേശ് അദ്ദേഹം നിലനിർത്തി. പക്ഷേ സുരേന്ദ്രൻ പക്ഷത്തെ കൃഷ്ണകുമാറിനെയും P. സുധീറിനെയും വൈസ് പ്രസിഡന്റുമാരാക്കി. അതായത് വൈസ് പ്രസിഡന്റ് എന്നുള്ളത് BJP യിൽ അധികാരം കുറഞ്ഞതാണ്, ജനറൽ സെക്രട്ടറിക്കാണ് അധികാരം കൂടുതൽ. ആ ജനറൽ സെക്രട്ടറിമാരെ ആക്കിയ ആളുകളിൽ സുരേന്ദ്രൻ V. മുരളീധരൻ പക്ഷത്തെ ആളുകളില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. നമുക്ക് വീക്ഷണവും ദേശാഭിമാനിയും നോക്കിയാൽ കുറച്ചും കൂടി ചിലപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ കൗതുകം മനസ്സിലാകും. താമരത്തണ്ട് വെട്ടി നിർത്തിയെന്നാണ് വീക്ഷണം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏകാധിപതിയായി രാജാവ് ചന്ദ്രശേഖർ. വീക്ഷണം ഒരു വല്ലാത്ത എഴുത്താണ്. ഏകാധിപതിയായി രാജാവ് ചന്ദ്രശേഖർ. സുരേന്ദ്രൻ്റെ കഥ കഴിഞ്ഞു. മുരളീധരൻ സുരേന്ദ്രൻ വിഭാഗങ്ങൾക്ക് ഇരുട്ടടിയും അപമാനവും. ജനറൽ സെക്രട്ടറി ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, വീക്ഷണം വായിച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ദേശാഭിമാനിയും അത് ഒരു പക്ഷേ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദേശാഭിമാനി മുരളീധരൻ ഗ്രൂപ്പിനെ മുച്ചൂടും വെട്ടി. ദേശാഭിമാനി മാതൃഭൂമി ലൈനിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. മുരളീധരൻ ഗ്രൂപ്പിനെ മുച്ചൂടും വെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ BJP യിൽ ഒരു പുതിയ പരീക്ഷണമാണ്. പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. ഇത്രയും കുറേ കാലമായി സുരേന്ദ്രനും V. മുരളീധരനും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് പുതിയൊരു ടീമിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പത്രങ്ങൾ പക്ഷേ അതിനെ വലിയ രൂപത്തിലാണ് കാണുന്നതെന്ന് വേണം കാണാൻ. മറ്റൊന്നിനി നമ്മുടെ മറ്റൊരു വാർത്താ താരം തരൂരാണ്. തരൂർ കുറച്ച് നാളുകളായി തുടങ്ങി. നമ്മൾ ഇന്നലെയും തരൂരിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ പറയാതെ പോകാൻ നിർവാഹമില്ല. മാതൃഭൂമി അത് വളരെ വിശദമായി ഒരുപക്ഷെ 7-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ലണ്ടനിൽ പോയി മോദിയെ പുകഴ്ത്തി വാർത്ത എഴുതി. കഴിഞ്ഞ ദിവസം പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ച് ലേഖനം എഴുതുന്നു. അത് കഴിഞ്ഞ് അത് മലയാളം ദീപിക ദിനപത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നു എഡിറ്റോറിയൽ പേജിൽ. ഇപ്പോൾ ലണ്ടനിൽ പോയി കൂടി മോദിയെ പുകഴ്ത്തുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നു, ലണ്ടനിൽ പോയി മോദിയെ പുകഴ്ത്തുന്നു. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. BJP സർക്കാരിന് കീഴിൽ ശക്തമായ ദേശീയത എന്നാണ് തരൂർ പറയുന്നത്. ഓരോ ദിവസവും തരൂർ എന്തെങ്കിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആഴ്ചയിൽ 1 എന്ന രൂപത്തിലായിരുന്നു. ഇപ്പോൾ ദിവസവും തരൂരിൻ്റെ ഭാഗത്തുനിന്ന് നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ എന്നാണ് പറയുന്നത്. അത് എന്ന് പറയുന്നത് സണ്ണി ജോസഫാണ്. ആ കാര്യം കൂടി പറയുന്നുണ്ട് മാതൃഭൂമി. ഒരുപക്ഷെ കുറച്ചും കൂടി വിശദമായി അറിയേണ്ടത് വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിനെ കുറിച്ചാണ്. വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ വളരെ രസകരമാണ്. തരൂരിനെ അനുകൂലിച്ചല്ല, കാരണം തരൂരിനെ അനുകൂലിക്കേണ്ട പത്രമാണ് വീക്ഷണം. പക്ഷേ തരൂരിനെ അനുകൂലിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല ഇപ്പോൾ വീക്ഷണത്തിനുള്ളത്. ട്രംപിന് മുന്നിൽ കവാത്തു മറക്കുന്ന ഇന്ത്യൻ നയതന്ത്രം എന്നാണ് ഹെഡിങ്. പക്ഷേ ആ ഹെഡിങ്ങിൽ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എഴുതിയ ആ ലേഖനത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിൻ്റെ വാഴ്ത്തുപാട്ട് തരൂരിൻ്റെ തരംമാറ്റവും അവസരവാദവും പ്രകടിപ്പിക്കുന്നതാണ്. തരൂരിനെ അവഗണിക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോഴും തരൂരിനെ വിമർശിക്കാൻ വീക്ഷണം ഒട്ടും മടി കാണിക്കുന്നില്ല എന്നാണ് ഈ ലേഖനം കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും തരൂർ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ മംഗളം ദിനപത്രമാണ് ഇന്ന് അക്കാര്യം 1-ാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. മറ്റു പത്രങ്ങളൊക്കെ ഉൾപേജിലാണ്. ഇപ്പോൾ വീക്ഷണം പോലും ഉൾപേജിലാണത്. മംഗളം ദിനപത്രത്തിൻ്റെ പ്രധാന വാർത്ത, ഈ ബഹളങ്ങൾക്കിടയിലും പ്രധാന വാർത്ത അതാണ്. തരൂരിനെതിരെ അച്ചടക്ക നടപടിക്ക് സമ്മർദ്ദം, നിലയ്ക്ക് നിർത്തണം ഹൈക്കമാൻഡിനെ സമീപിച്ച നേതാക്കൾ. അത് മംഗളം ദിനപത്രം 1-ാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പോൾ തരൂരിനെ ഉറപ്പായും നിലയ്ക്ക് നിർത്തേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് BJP-യിൽ നിന്ന് തന്നെയാണ്. നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 75 വയസ്സാകും. 75 വയസ്സായ ആളുകൾ പ്രായപരിധി പരിഗണിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് RSSൻ്റെ അധ്യക്ഷൻ മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് കോൺഗ്രസ് എടുത്ത് വാർത്തയാക്കുന്നു. കോൺഗ്രസ് വാർത്തയാക്കുന്നതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി 75 വയസ്സിൽ വിരമിക്കണമെന്നുള്ളതാണ്. അതും ഒരു പക്ഷേ എല്ലാവരും അത് 75 വയസ്സിൽ വിരമിക്കണം, വഴിമാറണമെന്ന് മോഹൻ ഭഗവത് മോദിക്കുള്ള സന്ദേശമെന്ന് പ്രതിപക്ഷം. ഇത് മാതൃഭൂമിയും മനോരമയും 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. മനോരമ 9-ാം പേജിലും അത് വിശദമായി പറയുന്നുണ്ട്. 75-ൽ ഭാഗവതിൻ്റെ ഉന്നമാര് എന്നുള്ളതാണ് മനോരമയുടെ ചോദ്യം. 75-ാം വയസ്സിൽ പദവി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് RSS മേധാവി. അത് 9-ാം പേജിൽ മനോരമ കുറച്ചും കൂടി വിശദമായി, 1-ാം പേജിൽ അധികം നൽകാൻ കഴിഞ്ഞില്ല, 9-ാം പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട്.
വഴി മാറുമോ ചർച്ചകളെന്നാണ്. പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഭഗവതിൻ്റെയും അമിത്ഷായുടെയും പരാമർശങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട് മനോരമ. എന്തായാലും ഈ സെപ്റ്റംബർ ആകുമ്പോൾ പ്രായം എന്തായാലും BJP-യിൽ വലിയ ചർച്ചയാകും, ഇല്ലെങ്കിൽ അത് കോൺഗ്രസ് ചർച്ചയാക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിട്ടാണ് BJP-യിൽ പ്രായം എത്രയായാലും പ്രശ്നമില്ല, പക്ഷേ ആവശ്യം കോൺഗ്രസിനാണ് മോദി മാറണം എന്നുള്ളത് എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചാണ്. നമ്മളെല്ലാവരും സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നവരാണ് പല കാര്യങ്ങൾക്കായിട്ട്. ഇൻഷുറൻസ് ഉള്ള ആളുകളാണ് കൂടുതലും സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്നത്. വലിയ ശസ്ത്രക്രിയകൾക്കെല്ലാം ഇൻഷുറൻസ് ഉള്ളവർക്ക് ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാവരും പോകാറുള്ളത്. പക്ഷേ ഇൻഷുറൻസ് ഉള്ളവർക്ക് കൂടുതൽ തുക ഈടാക്കുന്നൊരു പതിവ് ആശുപത്രികളുണ്ട്. നമ്മളെല്ലാം അതിൽ അനുഭവസ്ഥരുമാണ്. എന്താണ് ഇത് ഇത്ര പെട്ടെന്ന് ചികിത്സാ ചെലവ് കൂടിയത് എന്നുള്ളത്? അത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണെന്നാണ് കാര്യം വ്യക്തമാണ്. അത് കേന്ദ്ര സർക്കാരിന് അക്കാര്യം മനസ്സിലായി കഴിഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരിൽ നിന്ന് ചികിത്സയ്ക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ നിരീക്ഷിക്കാൻ സർക്കാർ, അതൊരു നല്ല കാര്യമാണ്. കേന്ദ്ര സർക്കാർ അക്കാര്യം ചെയ്യുന്നത്. അത് മാതൃഭൂമി ഒന്നാം പേജിൽ നല്ല വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിലുള്ളവർ അറിയട്ടെ ഇക്കാര്യം എന്നുള്ളതുകൂടി മാതൃഭൂമി ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല. എന്തായാലും അത് പ്രാധാന്യത്തോടെ നൽകേണ്ട കാര്യമാണ്. കാരണം ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ ചികിത്സാ ചെലവ് കുറയ്ക്കാനാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുത്തവരിൽ നിന്ന് തന്നെ കൂടുതൽ തുക ഈടാക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാതൃഭൂമി നന്നായി വാർത്ത നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. ഇനി ഒരു കാര്യമുള്ളത് ഒരു പരോളിനെ കുറിച്ചാണ്. ആ പരോൾ വളരെ വിശദമായി പറഞ്ഞാൽ ഒരുപക്ഷെ ആ പരോൾ എന്നുള്ളത് ക്ഷമിക്കണം, ആ പരോളിനെ കുറിച്ച് പറയാതെ പോകാൻ നിർവാഹമില്ല. ഹെഡിങ് ഇങ്ങനെയാണ്. മാതൃഭൂമി 12-ാം പേജിൽ നൽകിയിട്ടുള്ള വാർത്തയാണ്. ജീവപര്യന്തം കടന്ന് പ്രണയം, പരോളിൽ വിവാഹം. ജീവപര്യന്തം കടന്ന് പ്രണയവും പരോളിൽ വിവാഹവുമാണ്. പ്രതിക്ക് പരോൾ നൽകിയത് പ്രതിശ്രുത വധുവിൻ്റെ പ്രണയം കണക്കിലെടുത്തെന്ന് ഹൈക്കോടതി. ഇതെന്താ പ്രണയം എന്നുള്ളത് കൊണ്ട് എന്നാണോ ഈ വാർത്ത എന്നുള്ളത് ചോദ്യമാണ്. പക്ഷേ യുവതിയുടെ സന്തോഷം കണക്കിലെടുത്താണ് പ്രതിക്ക് പരോൾ അനുവദിക്കുന്നതാണ് കോടതി പറയുന്നത്. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടും വിവാഹം കഴിക്കാൻ സന്നദ്ധയായ യുവതിയുടെ പ്രണയം മാത്രം കണക്കിലെടുത്ത് പ്രതിക്ക് പരോൾ അനുവദിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. പ്രണയം യാതൊരു തടസ്സങ്ങളും അംഗീകരിക്കില്ല എന്ന അമേരിക്കൻ കവയത്രി മായ ആഞ്ചലോയുടെ വാക്യങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ കാര്യം ഒരു പെൺകുട്ടി വളരെ കാര്യമായി ഒരു യുവാവിനെ പ്രണയിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കൊലപാതക കേസിൽ ജയിലിൽ കഴിയുകയാണ്. ജീവപര്യന്തമാണ് ശിക്ഷ, ചെറിയ ശിക്ഷയല്ല ജീവപര്യന്തം. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളെ പ്രണയിക്കാൻ തയ്യാറാകുന്നു. അയാൾക്ക് വിവാഹത്തിന് വേണ്ടി പരോൾ അനുവദിക്കുന്നു. അതൊരു വല്ലാത്തൊരു വാർത്തയാണ്. അതുകൊണ്ടാണത് എടുത്തു പോകുന്നത്. ഒരു പക്ഷേ മറ്റ് പത്രങ്ങൾക്കൊക്കെ ഈ വാർത്ത നന്നായി നൽകാമായിരുന്നു. മാതൃഭൂമി അത് അവസാന പേജിൽ നൽകുന്നു. ഇത് നമ്മുടെ തൃശ്ശൂർ സ്വദേശി പ്രശാന്തനാണ്. അതുകൂടി പറയണമല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്താണ്. ആ കാമുകൻ, ആ പ്രണയം സമ്മാനിച്ച മനുഷ്യൻ്റെ പേര് പ്രശാന്ത് എന്നുള്ളതാണ്. തൃശ്ശൂർ സ്വദേശിയാണ്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് പരോൾ അനുവദിച്ചത്. നല്ല വാർത്ത, മനോഹരമായ വാർത്ത എന്ന് വേണം പറഞ്ഞു പോകാൻ. ഇനി ഒരു കാര്യം കൂടി, കേരള കൗമുദി ഇന്ന് 1-ാം പേജിൽ നൽകിയ ഒരു വാർത്തയെക്കുറിച്ചാണ്. വാർത്ത ഇങ്ങനെയാണ്. കൂലിപ്പണിയെടുത്ത് ജ്യേഷ്ഠനെ JRF ജേതാവാക്കി. JRF എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഗസ്റ്റ് ലെക്ചറായി പ്രൊഫസറാകാൻ പോകുന്നതിൻ്റെ ആദ്യപടി, അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാൻ പോകുന്നതിൻ്റെ ആദ്യപടി. വാർത്ത ഇങ്ങനെയാണ്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് ഇറങ്ങുമ്പോൾ ജ്യേഷ്ഠൻ്റെ വിദ്യാഭ്യാസം മാത്രമായിരുന്നു സർഫ്രാരിസിൻ്റെ ലക്ഷ്യം. ഫലമുണ്ടായി. ആദ്യ ചാൻസിൽ തന്നെ JRF നേടിയ അഫ്രാരിസ്, കൗതുകമുണ്ട പേരുകൾ, സർഫ്രാരിസും അഫ്രാരിസിന് അനുജൻ്റെ വിയർപ്പിനോട് നീതി പുലർത്തി. അത് ഗസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാൻ ക്ഷണവും ലഭിച്ചു. അതായത് അച്ഛൻ അപകടത്തിൽപ്പെട്ടു, അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലായി. അമ്മ തൊഴിലുറപ്പിനാണ് പോകുന്നത്. ജ്യേഷ്ഠന് പഠിക്കാൻ നിർവാഹമില്ല. ഇത് കൊല്ലത്തു നിന്നുള്ള വാർത്തയാണിത്. ജ്യേഷ്ഠന് പഠിക്കാൻ നിർവാഹമില്ല. പക്ഷേ അനിയൻ പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് പോയി. അദ്ദേഹം ഒരുപാട് ജോലികൾ, മെക്കാനിക്കായി, പെയിൻറ്റ് പണിക്ക്, അങ്ങനെ ഒരുപാട് ജോലികൾക്ക് പോയി. ആ ജോലിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ജ്യേഷ്ഠനെ പഠിപ്പിച്ചു. ജ്യേഷ്ഠൻ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാകുന്നു. അദ്ദേഹത്തിന് ജോലിക്കുള്ള ക്ഷണവും വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷേ രണ്ടുപേരും നന്നായി പഠിക്കുന്നവരാണെന്നെല്ലാം വാർത്തയിൽ പറയുന്നുണ്ട്. ഇത് കൊല്ലത്ത് പത്തനാപുരത്ത് നിന്നുള്ള വാർത്തയാണ്. കേരള കൗമുദി 1-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. വാർത്ത വായിച്ചാൽ സന്തോഷം ആർക്കും തോന്നുന്ന, ഇനി ജ്യേഷ്ഠന്മാർക്കും തോന്നാം അനിയന്മാരെ പഠിപ്പിക്കാനായിട്ട് എന്ന രൂപത്തിൽ. എന്തായാലും അനിയൻ പഠിപ്പിച്ച് ജ്യേഷ്ഠനെ JRF നേടിക്കൊടുക്കുന്നു എന്നുള്ളത് ആ വാർത്തയുടെ കൗതുകവും പ്രാധാന്യവും അവിടെയാണ് എന്നുള്ളതാണ്. ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ജ്യേഷ്ഠൻ JRF കിട്ടിയ ഉടൻ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാൻ കോളേജിൽ നിന്ന് ക്ഷണവും ലഭിച്ചിട്ടുണ്ട്. അവർ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുന്നു.